എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. തുണ്ട്, റിയാസ് ഷെരീഫ് സ്റ്റോറിയും ഡയറക്ഷനും ആള് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കൂടെ കണ്ണപ്പൻ എന്നുള്ളൊരു ആളും കൂടി ഉണ്ട് കേട്ടോ. ആഷിഖ് ഉസ്മാനാണ്. ആഷിഖ് ഉസ്മാനും പിന്നെ ജംഷി ഖാലിദും ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജംഷി ഖാലിദ് തന്നെയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അതെ, ഇപ്പോൾ ഈ ഡയറക്ടറാണല്ലോ അതിന്റെ സ്റ്റോറി ചെയ്തിട്ടുള്ളത്. സ്ക്രിപ്റ്റിലും ആളുണ്ട്. എന്ത് മോശമായിട്ടാണ് ബ്രോ ഇത് എഴുതി വെച്ചിട്ടുള്ളത്. കാരണം കേരള പോലീസ് ഇത്രയും മോശപ്പെട്ടൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളതാണ് താങ്കളുടെ വിചാരം? അല്ല, നമ്മൾ എപ്പോഴും പറയും ഇപ്പം സിനിമയാണ്, അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം, ഇത് സിനിമയല്ലേ ബ്രോ എന്ന്. ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു സാധനത്തിന് അടിച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനത്തെ രീതിയിലുള്ളൊരു സംഭവമാണെന്ന് കാണിച്ചു തരുവാണ്. ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു സീന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെയർ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും ഇതൊരു പോലീസ് സ്റ്റോറിയാണ്. പോലീസുകാരുടെ ജീവിതത്തിൽ നടക്കുന്ന, അതും പേഴ്സണൽ ലൈഫല്ല, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കഥയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെല്ലാം വരുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ, പിന്നെ ക്യാമ്പ് വരുന്നുണ്ട്, അതായത് പോലീസ് അക്കാദമിയൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ വന്നിട്ട് കാട്ടിക്കൂട്ടിയുള്ളത് എന്താന്നുള്ളത് അറിയണം അല്ലേ. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ സംഭവങ്ങളും, ഡോഗ് സ്ക്വാഡിന്റെ ഇത് വരുന്നുണ്ട്, പിന്നെ ക്യാമ്പിലുള്ള സംഭവങ്ങൾ, പിന്നെ ഒരു സ്റ്റേഷന്റെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ എല്ലാത്തിലും ഈ പോലീസുകാരൊക്കെ പൊട്ടന്മാരാ എല്ലാവരും. അതെ. പിന്നെ ഡയലോഗ്സുകൾ, അതായത് അപമാനിക്കാൻ മനഃപൂർവ്വം എഴുതിയ രീതിയിൽ സംഭവിച്ചു പോയതാവാം. പക്ഷെ ഇത് തുടർച്ചയായിട്ട് ഇത്രയും എണ്ണത്തിൽ സംഭവിക്കുമോ? ഇപ്പോൾ ഇതിലൊരു സമയത്ത് പറയുന്നുണ്ട്, ഒരു കഥാപാത്രത്തിന് റോഡിൽ നിന്ന് മൂത്രമൊഴിച്ചതിന് എഴുതി കൊടുക്കും. അപ്പോൾ ആള് സ്റ്റേഷനിൽ വന്നിട്ട് പൈസ അടക്കാനായിട്ട് വരികയാണ്. അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ നീ പോയി മൂത്രമൊഴിച്ചു വന്നു. അതായത് ഇത് പബ്ലിക് ടോയ്ലറ്റ് ആക്കിയിട്ടാണ് അവരതിൽ ചിത്രീകരിച്ചത്. സ്റ്റേഷനിലുള്ള ആള് ഉദ്യോഗസ്ഥൻ പറയാണ്, പോലീസുകാരൻ തന്നെ പറയുന്നത്. അതെ, അത് വന്നയാള് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ മൂത്രമൊഴിച്ചതിന്റെ പെറ്റി അടയ്ക്കാൻ വേണ്ടി പകല് അങ്ങനത്തെ ഒരു സംഭവം പറയണം. അപ്പോൾ എന്നാ കയറി ഒഴിച്ചു മൂത്രം. പിന്നെ ഈ സിനിമയിൽ തുണ്ട് വെക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതാണ് തുണ്ട് എന്ന് പേരിട്ടിരിക്കുന്നത്. ഇതിലെ ഒരു സംഭവം, ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. തുണ്ട് വെക്കുന്ന ലാസ്റ്റും ആദ്യത്തെ സമയത്ത് മാത്രമേ ഈ സാധനമുള്ളൂ. ഈ അവിൽദാർ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ തീരുമാനിക്കുന്നതും തുണ്ട് വെച്ച് എക്സാം എഴുതുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഈ സിനിമയിൽ കണ്ടപ്പോൾ ഈ അവിൽദാർ ടെസ്റ്റൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാതെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതായത് ഇതൊക്കെ എത്ര കഷ്ടപ്പാടുണ്ടെന്നറിയോ, എത്ര മാസത്തിനായിട്ട് ട്രെയിനിങ് ചെയ്യണമെന്നറിയോ, ഗ്രൗണ്ട് ടെസ്റ്റൊക്കെ എങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിയോ? പക്ഷെ ഇനിയിപ്പോൾ ആ സമയത്തിൻ്റെ ഒക്കെ ഇവർ പോയിക്കോട്ടെ, സിനിമേൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സാധനമൊക്കെ വെറും കോമാളിത്തരമാക്കിയിട്ട്, അതും എന്ത് സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ, വെറും കോമാളിത്തരം. അതായത് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പോലും അറിയാത്തവരാണ് പോലീസ് എന്നുള്ള രീതിയിൽ ചില സമയങ്ങളിൽ. ഇനി അതുപോട്ടെ, വണ്ടി ഓടിക്കാനേ അറിയില്ല എന്നുള്ള രീതിയിൽ എല്ലാം പഠിക്കേണ്ട ആൾക്കാരാണ് പോലീസുകാർ. എല്ലാം പഠിച്ച് പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് ആവുന്നത്. പോട്ടെ, അതിൽ ചിലർക്കൊക്കെ അതായത് എക്സ്പീരിയൻസ് പിന്നെ അങ്ങനെ സാഹചര്യം വരാതെ അത് മറന്നുപോയാലും അതിന് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയൊക്കെ വരും. അതൊരു കഥാപാത്രത്തിനാവാം. പക്ഷേ എടുക്കുന്നവർ ബൈക്ക് ഓടിക്കുമ്പോൾ ആക്സിഡൻ്റ് ആവുന്നു, ഓട്ടോറിക്ഷ എടുക്കുമ്പോൾ ആക്സിഡൻ്റ് ആവുന്നു. എല്ലാം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രം ചെയ്യുന്ന ഒരു കൂട്ടം പോലീസുകാർ. അത് എന്താണത്? സത്യം പറഞ്ഞാൽ ഇവൻ പോലീസുകാരനാണ്. അപ്പൊ അവൻ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാവും സിനിമ കാണുമ്പോൾ തന്നെ. അതെ, ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും പോലീസുകാർ ഈ സിനിമ കാണരുത്. കാരണം അത്രത്തോളം വേദനിക്കും. സത്യമായിട്ടും ഇത് കണ്ടോണ്ടിരുന്ന എനിക്ക് പോലും തോന്നി, ഇതെന്താണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്, ചെറിയൊരു ഷെയ്ഡിലൊക്കെ അല്ലെങ്കിൽ ചില ഒരൊറ്റ ക്യാരക്ടർ ഉണ്ടാവുള്ളൂ, അത് പിന്നെ കോമഡി രീതിയിൽ അങ്ങ് കൊണ്ടുപോകും ആ സിനിമയ്ക്ക് ഒരു വൈബിന് വേണ്ടിയിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ഒരു സിനിമ മൊത്തം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ അങ്ങ് ഇല്ലാണ്ടാക്കുവാണ്. ഇതിലൊരു സീനുണ്ട്, അവിൽദാർ ടെസ്റ്റിൻ്റെ അതിൽ വെപ്പൺ ടെസ്റ്റ് ഉണ്ട്. വെപ്പൺസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാധനം. അതിൽ SLR ഏതാണെന്നുള്ളത് ഇവിടെ ചോദ്യം വരുന്നു. SLR ട്രെയിനിങ്ങിന് മാത്രം തൊട്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ഈ പോലീസുകാർക്ക് ധാരണ ഇല്ല എന്നുള്ളതാണോ അവരുടെ വിചാരം? അത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള 21 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള പോലീസുകാരൊക്കെയാണ് അവിടെ അവിൽദാർ ടെസ്റ്റിന് അവിടെ ചെന്നിട്ടുള്ളത്. അവരോട് ചോദിക്കുന്ന സില്ലി ചോദ്യമാണത്. എന്നിട്ട് അത് അവർക്ക് കൺഫ്യൂഷൻ, ഇതിൽ ഏതാ SLR എന്നുള്ളത്. കണ്ണും പൂട്ടി പറയും SLR എന്താന്ന്, പോട്ടെ ഗ്രനേഡ് എന്താന്ന്. ഗ്രനേഡ് കാണിച്ചു കൊടുത്തത് ഇത് സാധാരണ ജനങ്ങൾക്ക് വരെ അറിയാലോ ഇത് ഗ്രനേഡ് ആണെന്നുള്ളത്. എന്നിട്ട് ഒരു പോലീസുകാരൻ, അത് എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസുകാരൻ വന്നിരിക്കുന്ന ആളോട് ചോദിക്കും ഇതിന്റെ പേരെന്താന്ന് അറിയാം. എന്നിട്ട് അവർക്ക് അറിയാതെ കുറെ എണ്ണം പോട്ടെ. ഒരു ടിയർ ഗ്യാസ് പൊട്ടിക്കുന്ന സീനുണ്ട്, അതായത് അവരുടെ അബദ്ധത്തിൽ അവിടെ നിന്ന് തന്നെ പൊട്ടുന്നത്.
ടിയർ ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ എന്താ Full load ചെയ്ത് നടക്കുന്ന പോലീസുകാരാണെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇവരിനി എത്ര കോമഡിക്ക് വേണ്ടി ശ്രമിച്ചതാണെങ്കിലും ഇതൊക്കെ ഒരു എന്താ പറയാ സാധാരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ, ഞാൻ അങ്ങനെ പോലീസുകാരനല്ലോ, സാധാരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എന്ത് ഈ കാണിച്ചു വെച്ചതെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതെ, ഉയർന്ന ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് ഇങ്ങനെയാണോ? എല്ലാവരും ഇങ്ങനെയാണെന്ന് കരുതിയോ? അത് പോട്ടെ ഇതില് യൂണിഫോം ഇട്ടിട്ട് ഫുൾ അത് തൊപ്പി വെച്ചിട്ടുള്ള ഒരു പോലീസുകാരൻ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം. അത് കാണുമ്പോൾ അവരും യൂണിഫോമിലൊക്കെ ആണെങ്കിൽ തിരിച്ച് സല്യൂട്ട് അടിക്കണം, ഫുൾ യൂണിഫോം ആണെങ്കിൽ. ഇനി അറ്റൻഷനും സല്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എഴുതുമ്പോ അതൊക്കെ നോക്കണം. ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇവർക്ക് ഒരു ധാരണയില്ല എന്താണ് പോലീസ് എന്നോ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ഒരു കുറെ ആൾക്കാര് അത് പോലീസ് ആക്കി മാറ്റിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കൂട്ടം ആൾക്കാർ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു, അതൊരു പോലീസ് സ്റ്റോറി ആക്കി അവരെടുത്തോണ്ട്. അതിലൊരു സ്റ്റോറി ലൈൻ ഉണ്ടോ? എന്തൊക്കെ പറയുന്നത്? ആദ്യം പറയുന്ന കഥ എന്ത്, അതിനുശേഷം ഇവിടെ എത്തുന്നത്? നമുക്ക് എപ്പോഴും പറയാറുണ്ട്, ഇപ്പം ചില മിലിറ്ററി സിനിമകൾ കാണുമ്പോൾ നമുക്ക് അത് ഇൻസ്പയർ ആവും, ചില പോലീസ് സ്റ്റോറികൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവും. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും, ഇതിപ്പോൾ കാണുന്ന ആൾക്കാരോടാണ് പറയുന്നത്, ഒരിക്കലും ഇങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പോലീസുകാരെന്ന് ഒരിക്കലും ഉള്ളിൽ പോലും ചിന്തിച്ചു പോകും. അങ്ങനെ പേടിയല്ല. കാരണം എന്താ അറിയോ, ജനങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാ, അവർക്ക് നന്നായിട്ട് അറിയാം എന്താണ് സ്റ്റേഷൻ എന്നും സത്യമാണ്. പക്ഷേ മച്ചാൻ പറഞ്ഞത് ശരിയാണ്. ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും, എങ്ങനെ അറിയോ, പോലീസ് മണ്ടന്മാരാണെന്നും ഈ വാർത്തകൾ ഭയങ്കര സംഭവമാക്കുന്നവരുണ്ടല്ലോ, പോലീസിന്റെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അത് കണ്ട് പോലീസിനെ കുറ്റം പറയുന്നത് സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ കഥയാണത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടിയേക്കാം. ഒരിക്കലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതിനെ വിലയിരുത്തരുത്. അങ്ങനെയല്ല ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൊണ്ടും അത്രത്തോളം മോശമാക്കിയിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്. ഇതിൽ യൂണിഫോമിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ, ഇവർ അക്കാദമിയിലേക്ക് എത്തുന്നുണ്ട്. അവിടുന്ന് അതായത് സ്റ്റാർ തുടങ്ങുന്നത് മുതൽ ആണ് ഒരു ഫുൾ വൈറ്റിൽ കോസ്റ്റ്യൂമിൽ നമുക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഫുൾ വൈറ്റ് ഷൂ, വൈറ്റ് കോസ്റ്റ്യൂമിൽ. ഇത് അതുപോലും ഇറങ്ങുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതൊരു സിനിമയാണല്ലോ എന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് അതിലേക്ക് വന്നാൽ പോലും ഇതിന്റെ സ്റ്റോറി, ഇവർ ഉദ്ദേശം എന്താ? ഒരു മനുഷ്യനെ നമുക്ക് ഇരുന്ന് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുള്ളൂ. ഇത് എന്തൊരു സാധനം, എന്താ അതിന്റെ മെസ്സേജ്? അതായത് കോപ്പി അടിച്ചൊക്കെ ജയിച്ച് ഒരു കുഴപ്പമില്ല, കോപ്പി അടിച്ചൊക്കെ ജയിക്കാം, പരിശ്രമിച്ചാലും കോപ്പി അടിച്ചാൽ ജയിച്ച് എന്താ നേടിയെടുത്താലേ ഇത് കിട്ടുള്ളൂ എന്നുള്ളതാണോ? പിന്നെ അതിനകത്ത് ഉദ്ദേശിച്ചത് അതെ. പിന്നെ ഈഗോ, പേഴ്സണൽ ഒരു പ്രത്യേക ദേഷ്യം കാരണം എന്തും മോശത്തരം ചെയ്തിട്ടങ്ങ് പ്രതികാരം ചെയ്യാന്നുള്ളതോ, എന്നിട്ട് ആ നായകൻ വിജയിക്കുന്നതാണോ സന്തോഷം? ഇനി ഇതൊക്കെ പോട്ടെ, നമുക്കൊരു രസമുള്ള ഒരു മ്യൂസിക് എങ്കിലും ഉണ്ടാവും. അത് കോമഡിയാണ്. ഗോപി സുന്ദർ എന്റെ പൊന്ന് ഗോപിയാട്ടാ, തിരിച്ചു പോകുക തന്നെ നല്ലത്. എന്തോ ഒരു അവസ്ഥയാണ്, അരോചകമായിട്ടുള്ള ഒരു മ്യൂസിക്. എന്താ അതിന്റെ തുടക്കം? ആള് തിരിച്ചു വന്നു, പക്ഷെ നടന്നത് ബാക്കിലേക്കാണ്, പുറകോട്ട് തിരിച്ചു നടക്കുക. കാരണം എന്താ അറിയോ, ഇതില് മകൻ റോള് ചെയ്യുന്ന ആളുടെ ഒരു ഇൻട്രോ ഉണ്ട് അല്ലേ, ആ പയ്യൻ. പക്ഷെ അതിന് കൊടുത്തിട്ട് BGM എന്താണിത്? ബാക്കി പോലീസുകാരോ അല്ലെങ്കിൽ അതിന്റെ പോലത്തെ ഒരു ഓഫീസർമാര് വരുമ്പോ പോലും അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല. അത് പോട്ടെ, അത് നമ്മൾ ആ രീതിയിൽ അവതരിപ്പിച്ചതായിക്കോട്ടെ. പക്ഷെ ആ കഥാപാത്രം പിന്നല്ലല്ലോ, പിന്നെ എപ്പോഴെങ്കിലും എവിടെയേ വരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഒരു സംഭവം തോന്നിയാണ്, നമ്മൾ ഈ കണ്ണൂർ സ്കൂളിൽ ഒരു സോങ് ഉണ്ടല്ലോ, മൃദുഭാവേ ദൃഢഗത്തി എന്നുള്ളൊരു സോങ്. അതിന്റെയൊക്കെ ഒരു ബേസ് പിടിക്കാൻ വേണ്ടിട്ട് ഈ ഒരു, അതായത് ഈ എന്താ പറയാ, വൈബ് പിടിക്കാൻ വേണ്ടി അക്കാദമിന്ന് ഒരു ടീം ഫുൾ ഫോഴ്സ് അവരൊരു ബസ്സിന് പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു സോങ് ഉണ്ട്. ആ സമയത്തൊക്കെ ഉള്ള സാധനങ്ങള് എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയേക്കുന്നത്? ഇതിലേ കോപ്പി അടി ആരോപണം, അതായത് കോപ്പി അടിക്കാൻ പോകുന്നതിന് മുൻപേ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് റിപ്പോർട്ടിൽ എഴുതി കാണിക്കുകയാണേ. എന്താണ് ആ കഥാപാത്രത്തിന്റെ പേര്? ബൈജു എന്ന കഥാപാത്രത്തിന്റെ പേരുണ്ടായിരുന്നു. ആ ക്യാരക്ടറിന്റെ നെയിം വെച്ചിട്ട് എന്താണ് സത്യജിത്ത് ആയിക്കോട്ടെ, സത്യജിത്തിന് നിരാശ. എന്ത്? കോപ്പി കിട്ടാത്തതിന്. കോപ്പി ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടക്കുന്നു, നമ്മളെന്താ റിപ്പോർട്ട് ചെയ്യുക? ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന വണ്ടിയും തമ്മിൽ കൂട്ടിയിടിച്ചു, ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളതാണ് ന്യൂസ്. ഇല്ലാത്തത് ന്യൂസാണോ? ഒരിക്കലും അല്ല. അവിടെ ആക്സിഡന്റ് ഉണ്ടായില്ല എന്നുള്ളത് ആരെങ്കിലും ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന കിട്ടുന്നുണ്ടോ? ശരിക്കും സത്യമായിട്ട് ശുദ്ധ മണ്ടത്തരം കാണിച്ചു. അതുപോലെയാണ് ഇത്. അതായത് മണ്ടത്തരങ്ങളാണ് മൊത്തം. അല്ലേ, കോപ്പി അടിച്ചത് പിടിച്ചിട്ടില്ല എന്നുള്ളത് ന്യൂസ്, പിടിച്ചു എന്നുള്ളതല്ല ന്യൂസ്. ഇതിപ്പോ ഏതൊക്കെ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യണം എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമയായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ?
ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഒരു പോലീസുകാരന്റെ ഫാമിലിയൊക്കെ ആയിട്ട് അവർ പോയിട്ട് ഈ സിനിമ കണ്ട എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ തന്നെയാണോ എന്നൊരു ചോദ്യം പോലും വന്നാൽ ദയവേത് പറയും ഒരു പോലീസുകാരന് പോലും കേട്ടോ ഭയങ്കരമായിട്ട് വിഷമാവും. സത്യം കേട്ടോ, അത് നമുക്ക് പോലും തോന്നി. അത് ഇവര് എന്താണ് ഇതിൻ്റെയൊക്കെ എഫേർട്ട് നമുക്കറിയാവുന്നല്ലേ, എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ എഫേർട്ട് എത്രയാണ് വരുന്നതെന്നൊക്കെ. അപ്പൊ അത് ഒന്നുമല്ലാത്ത പോലെ ആക്കി കളഞ്ഞ ഒരു ഭയങ്കര മോശം തന്നെ ആയിപ്പോ കേട്ടോ. റിസ്ക് ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ നേടിയെടുക്കാന്നുള്ള രീതിയിലാണ് കാണിച്ചുള്ളത്. എന്താ ഇതൊക്കെ ഒരൈഡിയ. ഇവിടെ ആ സമയത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളും പോലീസ് സ്റ്റോറിയും കൊണ്ടുവന്ന് നമ്മളവിടെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് തന്നെ അഭിമാനമായിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഇതൊക്കെ കിടക്കുന്ന ഇത് ഒന്നും ഇല്ലാണ്ടാക്കുന്ന ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സിനിമകൾ. ഗ്രൗണ്ടിൽ എങ്ങനെ മാർച്ച് ചെയ്യിപ്പിക്കേണ്ടത് പ്ലട്ടൂണിനെ, അതിനുള്ള കമാൻഡ് എന്താണ്? ഇതെങ്കിലും ഇത് ഇങ്ങനെ സീൻ ഉണ്ടെങ്കിൽ അത് പഠിക്കണല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കണല്ലോ. പഠിക്കാതെ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയാനോണ്ടിരിക്കുക. അതാണ് പഠിക്കാതെ ചെയ്തൊരു സംഭവമാണ് അത്. ഒരു പോലീസ് സ്റ്റോറി ഒക്കെ ചെയ്യുമ്പോൾ പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നേ, അവര് തിരിച്ച് ഇതുപോലെ പറയും. അത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. സത്യം പറഞ്ഞാൽ തുണ്ട് കണ്ടിട്ട് മുണ്ട് തലയിട്ട് പോരാണ് തോന്നിയിട്ട്. സത്യമായിട്ടും പറയാം, അത്രയ്ക്ക് അപമാനിച്ച പോലെ എനിക്ക് തോന്നിയത് സിനിമ. അത് നമുക്ക് ഇപ്പം ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, പോലീസാണ്, അതുകൊണ്ടൊന്നും അല്ല. പോലീസുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ്. അനാവശ്യ പല പ്രശ്നങ്ങളും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഒരു എന്താ പറയാ നമ്മുടെ ആ ഒരു ബഹുമാനം ഇല്ലാണ്ടാക്കുന്ന സാധനമല്ല. എന്തൊക്കെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അതെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പോലും അത് വമ്പൻ സംഭവമാകുന്നുണ്ട്. അതിനായിട്ടൊരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പോലീസിനെ അത്രത്തോളം അപമാനിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സിനിമ അത് എന്നോടെ ഉണ്ടാവില്ലേ? പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും ഇതോടെ കിടക്കൂലേ? ഭയങ്കര മോശമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മളെന്തായാലും സിനിമ പ്രതീക്ഷിച്ചത് എന്ത്, കിട്ടിയത് വേറെ. സത്യമായിട്ടും പോയപ്പോ വിചാരിച്ചോണ്ട് നമ്മൾ ഈ മാസം 4ാമത്തെ സിനിമ ഒരു പോസിറ്റീവ് പറയാൻ, ഇതും കൂടി ഒരു പോസിറ്റീവ് പറയാൻ പറ്റണേന്ന് വിചാരിച്ചു. കണ്ടെത്തും ഭ്രമയുഗം, പിന്നെ 4ാമത്തെ ഇത് ഓസ്ലർ. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് 2 അഭിപ്രായമായിരുന്നു. എന്നാൽ പോലും ആ ഒരു സിനിമയോ അതിന്റെ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോ ഇത് എന്താണ് പോലീസ് സ്റ്റോറി എന്നുള്ളത് ഒരു തേങ്ങ അറിയാത്ത ആൾക്കാർ. സത്യമായിട്ട് പറയാം. കഥ എഴുതാനറിയോ? അതാണ് ആദ്യം ചോദിക്കേണ്ടത്. പോലീസ് എന്തെന്നുള്ളത് പോട്ടെ, അതെ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് കാണുമ്പോൾ അറിയാം. എന്തായാലും ഞങ്ങൾ എന്തായാലും പോവാണ്. നിങ്ങൾ താല്പര്യമുള്ള ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു. പക്ഷെ കരുണാവായിരുന്നു, അല്പെങ്കിലും കരുണാവായിരുന്നു. ഈ ഒരു നമ്മളെ ചുറ്റും നമ്മളെ കാത്ത് അല്ലെങ്കിൽ സൂക്ഷിച്ച് നമുക്കൊന്നും വരാണ്ട് ശ്രദ്ധിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു സാധനം ഇങ്ങനെ ഇത്രയും ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുമ്പോൾ ഇത്ര ആക്ഷേപിച്ച് കൊടുക്കാതിരിക്കും. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? അതായത് ഇപ്പോൾ ഒരു കൂട്ടം കാണുകയാണ്, ഇത്ര മണ്ടന്മാരായ പോലീസുകാരാണോ ഈ കേരളത്തിലുള്ളത്, നമുക്കൊക്കെ എന്തും ചെയ്യട്ടോ എന്നങ്ങ് തീരുമാനിച്ച് എന്തെങ്കിലുമൊക്കെ അറ്റാക്കൊക്കെ നടത്തി കഴിഞ്ഞാലേ പിന്നെ അതിനുള്ള മുതലാണ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനത്തെ രീതിയിലാണ് വെച്ചത്. അങ്ങനത്തെ മണ്ടന്മാരാണ് പോലീസ് എന്നുള്ള രീതിയിൽ. അതായത് വെപ്പൺസ് എന്താന്ന് പോലും അറിയാതെ, യൂസ് ചെയ്യാൻ പോലും അറിയാത്ത രീതിയിലൊക്കെ പോലീസുകാരെ കാണിച്ചു വെച്ചിരിക്കുന്നു. എന്തായാലും വളരെ മോശം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.